എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തുമസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്രിസ്തുമസ് ദിനം എന്ന്? ഡിസംബർ 25. ഡിസംബർ 25 ക്രിസ്തുമസ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ആരാണ്? പോപ്പ് ജൂലിയസ് I. ക്രിസ്തുമസിന്റെ യഥാർത്ഥ നാമം എന്താണ്? യൂൾ. അമേരിക്കയ്ക്ക് 1886 ഫ്രാൻസ് നൽകിയ ക്രിസ്തുമസ് സമ്മാനം എന്തായിരുന്നു? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ക്രിസ്തുമസ് എക്സ് മാക്സ് എന്ന് ചുരുക്കി എഴുതാൻ കാരണം എന്താണ്? എക്സ് എന്നത് സിക്ട്രോസ്, ക്രിസ്തുമസിന്റെ ഗ്രീക്ക് നാമം ആണ്. ആദ്യകാല ക്രിസ്മസ് ട്രീകൾ അലങ്കരിച്ചിരുന്നത് എന്ത് ഉപയോഗിച്ചായിരുന്നു? ആപ്പിളുകളും മെഴുകുതിരികളും ഉപയോഗിച്ച്. ക്രിസ്മസ് കരോളിംഗ് സമ്പ്രദായം തുടങ്ങിയത് എപ്പോഴാണ്? പതിമൂന്നാം നൂറ്റാണ്ട്. സാന്താക്ലോസിന്റെ മറ്റ് 2 പേരുകൾ എന്തൊക്കെ? സെന്റ് നിക്ക്, ക്രിസ് ക്രിങ്കിൾ. ഏറ്റവും കൂടുതൽ സിനിമകൾ ഉപയോഗിച്ച ക്രിസ്തുമസ് ഗാനം ഏതാണ്? ജിംഗിൾ ബെൽസ്. കാർട്ടൂൺ സാന്താക്ലോസിന്റെ സൃഷ്ടാവ് ആരാണ്? തോമസ് നാസത്ത്. ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശം. നാം ഇവിടെ ഒറ്റയ്ക്കല്ല. ആരുടെ വാക്കുകൾ ആണിത്? ടൈലർ കാൻഡവൽ. പ്രശസ്ത ഹോളിവുഡ് ചിത്രമായ ദ പോളാർ എക്സ്പ്രസിൽ 6 വ്യത്യസ്ത റോളുകൾ അഭിനയിച്ച നടൻ ആരാണ്? ടോം ഹാങ്സ്. ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ്? ജർമ്മനി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്രിസ്മസ് ഗാനമേത്? അമേരിക്കൻ ഗായകനായ ബിങ് ക്രോസ്ബിയുടെ വൈറ്റ് ക്രിസ്മസ്. നന്ദി സൂചകമായി എഴുതപ്പെട്ട പ്രശസ്ത ക്രിസ്തീയ ഗാനം ഏത്? ജിംഗിൾ ബെൽസ്. സ്ത്രീയായി വേഷം കിട്ടിയ പുരുഷൻ. പുരുഷനായി ചമന്ന സ്ത്രീയുമായി ക്രിസ്മസ് ദിനത്തിൽ പ്രണയത്തിലാവുന്ന ഏത് പ്രശസ്ത കൃതിയിലാണ് ഇങ്ങനെ ഒരു പ്രണയം സംഭവിക്കുന്നത്? ട്വൽത്ത് നൈറ്റ് വില്യം ഷേക്സ്പിയറുടെ ആണ്. ക്രിസ്മസ് നാളുകളിലെ ഒരു പ്രേതകഥ അവതരിപ്പിച്ച അമേരിക്കൻ നോവലിസ്റ്റ് ചാൾസ് ഡിക്കൻസിന്റെ പ്രശസ്ത നോവൽ ഏത്?
എ ക്രിസ്തുമസ് കരോൾ. ൽ പ്രശസ്ത ആൽബം ക്രിസ്മസ് ഇൻ ദ ഹെഡ് പുറത്തിറക്കിയതാര്? ബോബ് ഡിലാൻ. വൈറ്റ് ക്രിസ്മസ് എന്ന പ്രശസ്ത ഗാനം ഏത് ചലച്ചിത്രത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ഹോളിഡേ ഇൻ. ദ അഡ്വഞ്ചർ ഓഫ് ദ ക്രിസ്മസ് പുഡിംഗ് ആരുടെ രചനയാണ്? അഗസ്ത ക്രിസ്റ്റി. നോഹയുടെ പേടകത്തിലേക്ക് ഒലീവിലയുമായി തിരിച്ചു വന്ന പക്ഷി? പ്രാവ്. ലൂയിസ് വെറോണിക്ക സിക്കോൺ എന്ന പോപ്പ് ഗായിക അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്. പേരെന്ത്? മഡോണ. ക്രിസ്തുമസ് ഹിറ്റ് സിനിമയിലൂടെയാണ് മെക്കാളി കുൽക്കിൻ എന്ന ബാലനടൻ പ്രശസ്തിയിലേക്ക് കടന്നു വന്നത്. ഏതാണ് ആ ഹിറ്റ് സിനിമ? ഹോം എലോൺ. ഏത് രാജ്യത്താണ് ക്രിസ്മസ് അത്താഴത്തിന്റെ ഭാഗമായി KFC കഴിക്കുന്നത്? ജപ്പാൻ. ഏത് കമ്പനിയുടെ പരസ്യത്തിലാണ് സാന്താക്ലോസ് ആദ്യമായി ചുവപ്പും വെളുപ്പും കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? കൊക്കോകോള. കൊക്കോകോള കമ്പനിയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് സാന്താക്ലോസിന്റെ കുപ്പായത്തിന്റെ നിറം എന്താണ്? പച്ച. ക്രിസ്മസ് ദിനം ഔദ്യോഗിക അവധി ദിനമായി പ്രഖ്യാപിച്ച ആദ്യ അമേരിക്കൻ സ്റ്റേറ്റ് ഏത്? ഒക്ലഹോമ. ആദ്യത്തെ ക്രിസ്മസ് കാർഡ് അയച്ചത് ഏത് വർഷത്തിലാണ്? 1843. ഏത് സമുദ്രത്തിലാണ് ക്രിസ്മസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. ആയിരത്തി 1642 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആര്? ഐസക് ന്യൂട്ടൺ. ഹിറ്റായ സംതിങ് സ്റ്റുപ്പിഡ് എന്ന ക്രിസ്തുമസ് ഗാനത്തിൽ റൂബി വില്യംസിനൊപ്പം പാടിയ പ്രശസ്ത നടി ആര്? നിക്കോൾ കിഡ്മാൻ. മിറാക്കിൾ ഓൺ 24th സ്ട്രീറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ 1994 റീമേക്കിൽ ക്രിസ് ക്രിംഗ്ലായി വേഷമിട്ട ബ്രിട്ടീഷ് നടൻ ആര്? റിച്ചാർഡ് ആറ്റംബറോ. ഫ്രാങ്ക് കാപ്ലാക് സംവിധാനം ചെയ്ത ജെയിംസ് സ്റ്റുവർട്ട് പ്രധാന വേഷം ചെയ്ത പ്രശസ്ത ക്ലാസിക് ക്രിസ്തുമസ് ചിത്രമേത്? ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്. ഹോം എലോൺ ടു ലോസ് ഇൻ ന്യൂയോർക്ക് എന്ന ചിത്രത്തിൽ
മുഖം കാണിച്ച US പ്രസിഡന്റ് ആര്? ഡൊണാൾഡ് ട്രംപ്. ജിം കാരി അഭിനയിച്ച ഏത് ക്രിസ്മസ് ചിത്രത്തിലാണ് ആന്റണി ഹോപ്കിൻസ് വിവരണം നടത്തുന്നത്? ഹൗ ദ ക്രിഞ്ച് സ്റ്റോൾ ക്രിസ്മസ്. ക്രിസ്മസ് ട്രീ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത്? കാനഡ. വൈറ്റ് ഹൗസിൽ ക്രിസ്മസ് ട്രീ നിരോധിച്ച US പ്രസിഡന്റ് ആര്? റൂസ്വെൽറ്റ്. ക്രിസ്മസ് ഐലൻഡിന്റെ തലസ്ഥാന നഗരം ഏത്? സെന്റിൽമെൻ. 1932 BBC-യിലൂടെ ആദ്യ ക്രിസ്തുമസ് പ്രക്ഷേപണം നടത്തിയ ഇംഗ്ലീഷ് രാജാവ് ആര്? ജോർജ് അഞ്ചാമൻ. 1996 പുറത്തിറങ്ങിയ അർണോൾഡ് സ്വാറ്റ്സെനഗർ അഭിനയിച്ച ക്രിസ്മസ് കോമഡി ചലച്ചിത്രം ഏത്? ജിംഗിൾ ഓൾ ദ വേ.